4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് വിളമ്പാവുന്ന മുളക് ബജ്ജി തയ്യാറാക്കാനായിട്ട് അതിനാദ്യം മാവ് നമുക്ക് കലക്കിയെടുക്കാം. 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കായപ്പൊടിയും ഉപ്പും മുളക് പൊടിയും അയമോദകവും 1/4 ടീസ്പൂൺ എടുത്താൽ മതി. ബാക്കിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. കടലമാവിൻ്റെ കൂടെ അയമോദകം ചേർക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, വേണ്ടാത്തവർക്ക് അയമോദകം ചേർക്കാതെയും ഇരിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കട്ടിയില്ലാതെ നല്ല ദോശമാവിൻ്റെ അയവിൽ കലക്കിയെടുക്കുക. ഇതുപോലെ ശകലം കട്ടിയോടുകൂടെ കലക്കിയെടുക്കുക. ഇതിപ്പം എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. ഇളം പച്ച കളറിലുള്ള ബജ്ജി മുളക് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. അത് മുളക് നന്നായിട്ട് കഴുകി വെള്ളമയം ഇല്ലാതെ വേണം മാവിലേക്ക് മുക്കാൻ. അപ്പോൾ നന്നായിട്ട് മാവ് പൊതിഞ്ഞ് കിട്ടുകയും ചെയ്യും. മാവ് നല്ലോണം മുക്കി നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇതുപോലെ വറുക്കാനായിട്ട് ഇടുക. മുളക് ഇട്ടതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ചിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കുക. നല്ല കളറ് നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്. വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മുളകും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇതേ മാവ് കൊണ്ട് ഏത് തരം ബജ്ജി വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. ഉരുളക്കിഴങ്ങാണെങ്കിലും വഴുതനങ്ങയാണെങ്കിലും സവാളയാണെങ്കിലും ഇഷ്ടമുള്ള വാഴയ്ക്ക ബജ്ജിക്കും ഇതേ മാവ് നമ്മൾ ഇതിൽ സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. എങ്കിലും മാവ് നല്ല പൊതിഞ്ഞ് നല്ല കട്ടിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഈ രീതിയിൽ മാവ് തയ്യാറാക്കി ബജ്ജി തയ്യാറാക്കി നോക്കുക. 4 മണി പലഹാരമായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെറൈറ്റി ബജ്ജികളിൽ ഒന്നാണ് മുളക് ബജ്ജി. ഇത് തേങ്ങാ ചട്നിയോ പുതിന ചട്നി ഇല്ലെങ്കിൽ ടാമറിൻ ചട്നിയുടെ കൂടെ വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിൽ ബജ്ജി തയ്യാറാക്കി നോക്കുക.